ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിരുവാതിരയാണ്. മിക്ക ആൾക്കാരും വ്രതം എടുത്തിട്ടുണ്ടാവും. ഞാനും വ്രതം എടുക്കണം വിചാരിച്ചിട്ടാണ് ഇന്നലെ രാത്രി കടന്നത്. പക്ഷേ എണീക്കാൻ വൈകിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇനി വ്രതം എടുക്കേണ്ട വിചാരിച്ചു. പക്ഷേ എന്തായാലും ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ തിരുവാതിര പുഴുക്കുണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ എന്തായാലും പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തിരുവാതിരയ്ക്ക് ഞാൻ വിചാരിച്ചത് തിരുവാതിര പുഴുക്കും ഗോതമ്പ് കഞ്ഞിയാണ് എൻ്റെ കോമ്പിനേഷൻ. എനിക്ക് എപ്പോഴും അമ്മ ഉണ്ടാക്കി തരുന്ന കോമ്പിനേഷൻ അതാണ്. അപ്പോൾ അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗോതമ്പ് കഞ്ഞി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള കഞ്ഞിയാണ്. അപ്പോൾ ഹസ്ബൻഡിന് സാധാരണ കഞ്ഞി മതിയെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ഗോതമ്പ് കഞ്ഞി കഴിക്കില്ല. അപ്പോൾ സാധാരണ കഞ്ഞി ഇതാ അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വൻപയർ കുക്കറിൽ വേവിച്ച്, ഒരു പിടി വൻപയർ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി കട്ട് ചെയ്യണം. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി എല്ലാം കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തിരുവാതിര പുഴുക്ക്, ഗോതമ്പ് കഞ്ഞി അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഓൾറെഡി ഞാൻ കൂവ വിരകിയത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. തിരുവാതിര സ്പെഷ്യൽ നമ്മൾ കൂവയുടെ ഒരു സ്വീറ്റ് ഡിഷ്, ഒരു ഹൽവ മാതിരിയുള്ളൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തിരുവാതിരയ്ക്ക് കഴിക്കും. പിന്നെ ഈ പുഴുക്ക് ഉണ്ടാക്കും. പിന്നെ മസ്റ്റായിട്ട് ചെയ്യുന്ന കാര്യമാണ് വെറ്റില മുറുക്കൽ. അതും മസ്റ്റാണ്. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഈ വ്രതം എടുക്കുന്നവരൊക്കെ വെറ്റില മുറുക്കണമെന്നും പറയും. അപ്പം വ്രതം എടുത്തിട്ടില്ല, പക്ഷെ നമുക്ക് എന്തായാലും പുഴുക്കും കഞ്ഞി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തിരുവാതിരയുടെ പുഴുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ വീട്ടിൽ തിരുവാതിര പുഴുക്കിന് മസ്റ്റാണ്, മത്തൻ മസ്റ്റാണ്. വെറും മത്തൻ കൊണ്ട്, മത്തനും പയറും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അമ്മ വീട്ടിൽ പുഴുക്ക് ഉണ്ടാക്കാറുണ്ട്. മത്തൻ ഒഴിച്ചുകൂടാത്ത ഒരു വെജിറ്റബിളാണ് പുഴുക്കിൽ. പിന്നെ നമുക്ക് വേണ്ടത്, ഞാനിവിടെ ചേമ്പ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം ചേന, അത്ര വലിയ നിർബന്ധമില്ല. ഞാൻ ചെറിയൊരു കഷ്ണം ചേന എടുത്തിട്ടുള്ളൂ. നമുക്ക് കൂർക്ക വേണമെങ്കിൽ കൂർക്ക എടുക്കാം, കാവിത്തെടുക്കാം. പിന്നെ വാഴയ്ക്ക വേണമെങ്കിൽ ഉണ്ടെങ്കിൽ വാഴയ്ക്ക എടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു വാഴയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കട്ട് ചെയ്ത് വെച്ചിട്ട് ഉണ്ട്. തൊലിയൊക്കെ മെല്ലെ ഇതേ കറുത്ത് തുടങ്ങി. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ഈ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് മീഡിയം സൈസ് പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുക്കറിൽ ഓൾറെഡി ഞാൻ ഒന്നല്ലെങ്കിൽ ചെറുപയർ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ വൻപയർ യൂസ് ചെയ്യാം. ഞാൻ ഗോതമ്പ് കഞ്ഞിയിൽ എപ്പോഴും വീട്ടിലുണ്ടാക്കുമ്പോഴും ഞാൻ ഉണ്ടാക്കുമ്പോഴും എപ്പോഴും ഗോതമ്പ് കഞ്ഞിയിൽ ചെറുപയർ ഇടാറുണ്ട്. അതുകൊണ്ട് ഞാൻ പുഴുക്കിൽ ചെറുപയർ ഇട്ടില്ല, വൻപയറാണ് ഇന്ന് എടുത്തത്. ഓക്കെ, അപ്പോൾ ചെറുപയറാണോ ഇഷ്ടമെങ്കിൽ ചെറുപയർ എടുക്കാം. അപ്പോൾ കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് ഞാൻ മത്തൻ കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ മത്തൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ വീട്ടിൽ എപ്പോഴും പുഴുക്കിൽ മത്തൻ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. മസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ല, ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വിഭവമാണ് മത്തൻ. അപ്പം അമ്മയും അമ്മമ്മയും ഒക്കെ അങ്ങനെയാണ്. മത്തൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മത്തൻ എടുത്തത്. പക്ഷേ വേറെ റെസിപ്പീസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, വേറെ എവിടെയും കണ്ടിട്ടില്ല മത്തൻ ആഡ് ചെയ്തിട്ട് പുഴുക്കുണ്ടാക്കണ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ എന്തായാലും അമ്മ ഉണ്ടാക്കണ മാതിരി തന്നെ മത്തനൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മത്തൻ കട്ട് ചെയ്തു, ചേന കട്ട് ചെയ്തു, ഈ ചേമ്പും കൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂർക്ക ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കാവിത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കാവിത്ത് വാങ്ങിയില്ല. ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യില്ല. എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും ആഡ് ചെയ്ത് കൊടുക്കും, പക്ഷേ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യില്ല. വൻപയർ ഓൾറെഡി ഞാൻ കുക്കറിൽ വെറുതെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി വേണം ഇതിലോട്ട് കുക്കറിലോട്ട് ഉപ്പും ഈ കഷ്ണങ്ങളും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്നിട്ട് ഒരു 3-4 വിസിലിന് വേവിച്ച് വെച്ചതാണ് കേട്ടോ. കണ്ടോ, ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഹസ്ബൻഡിനുള്ള ഹരിക്കുള്ള കഞ്ഞി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കഞ്ഞി ആയിക്കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് നമുക്ക് ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിപ്പോൾ തിരുവാതിരയ്ക്ക് മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ നമുക്ക് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം കിട്ടും. അപ്പോൾ അതെപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം, ഉണ്ടാക്കി കഴിക്കാം.
അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വാഴയ്ക്ക, മത്തൻ, ചേമ്പ്, ചേന ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം ഓരോ പിടി എടുത്തിട്ടുള്ളൂ, ഏകദേശം, അതായത് ഓരോ കപ്പ് വീതം ഉണ്ടാവുള്ളൂ. അത്രയും ചെറിയൊരു കഷ്ണം ചേമ്പ്, ചെറിയൊരു കഷ്ണം മത്തൻ, ചേനയുടെ കഷ്ണം ഞാൻ കാണിച്ചു തന്നില്ലേ, അതിലും ചെറിയൊരു കഷ്ണമാണ് ഞാൻ ചേന എടുത്തത്. അമ്മ എപ്പോഴും പറയാറുണ്ട് ചേന ആഡ് ചെയ്തില്ലെങ്കിലും വിരോധമില്ല എന്നാണ് പറയുന്നത്. ഞാൻ എന്നാലും ഒരു ചെറിയൊരു കഷ്ണം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേമാതിരി നമുക്ക് കുറച്ച്, ഇത് പിങ്ക് ഹിമാലയൻ സോൾട്ടാണ് കേട്ടോ. ഞാൻ വാങ്ങുന്ന കമ്പനി ന്യൂട്രി ഓർഗാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കിട്ടുകയാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാൻ പറ്റും. സാധാരണ ഉപ്പാണ് കയ്യിലുള്ളെങ്കിൽ സാധാരണ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി നമുക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ 1 ടീസ്പൂൺ നിറച്ചും മുളക് പൊടി, ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ്. കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓൾറെഡി പയറിൽ കുറച്ച് വെള്ളമുണ്ട്, എന്നാലും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 വിസിൽ വെച്ച് കൊടുക്കാം. ഒരുപാട് വെന്തുടയണ്ട, പക്ഷേ എന്നാലും നന്നായി വേവും വേണം. ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്യണ മാതിരി ആവണം. അപ്പം നമുക്ക് ഒന്ന് ഇത് അടുപ്പ് കത്തിച്ചിട്ട് ഇത് വീണ്ടും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു 2 വിസിൽ വരട്ടെ, അതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, അപ്പം കുക്കർ തുറന്നു. ഒരു 2 വിസിൽ വെച്ചിട്ട് കുക്കർ തുറന്നു. അപ്പോൾ നല്ല വെള്ളം ഒട്ടും പോരായിരുന്നു, അതിൽ നല്ല കട്ടിയിലിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് തിന്നായിട്ടാണ് പുഴുക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിന്നാക്കി ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുത്തു. ഈ തവിയുടെ ബാക്ക് വശം കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്തു. ഓക്കെ, കണ്ടോ, ചിലതെല്ലാം നല്ല വലിയ വലിയ കഷ്ണങ്ങളായിട്ടും കിടക്കുന്നുണ്ട്, എന്നാൽ ചിലതെല്ലാം മാഷായി. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനപ്പോൾ ഇതിലോട്ട് ഏകദേശം ഒരു 2 പിടി തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 കൈപ്പിടി തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഒരു നുള്ള ജീരകം. എന്നിട്ട് ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൾസിലിട്ടിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കില്ലേ, അതുപോലെ പൾസിലിട്ടിട്ട് ചതച്ചെടുക്കാൻ പോവാണ്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഇതൊന്ന് തിളച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട്, ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു തിള വന്നാൽ മാത്രം മതി. അപ്പം നല്ലൊരു തിള വന്ന ശേഷം നമുക്ക് ഇത് തീ ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ മേലെ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ പുഴുക്ക് റെഡിയായി. ഇനി നമുക്ക് ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഗോതമ്പ് കഞ്ഞിക്ക് നമുക്ക് ഇത്തിരി കൂടെ തേങ്ങ നിറയെ വേണം, കാരണം നമുക്ക് തേങ്ങ പാലെടുക്കാനുണ്ട്. അപ്പം അതിനുള്ള തേങ്ങ കൂടെ നമുക്ക് ചിരകി വെക്കണം. ഇതാ എല്ലാം ഒന്ന് മിക്സ് ചെയ്യാണ്, കണ്ടോ, എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിനി അടുപ്പ് കത്തിച്ചിട്ട് ഒരു 2 സെക്കൻഡ് അല്ല 2 മിനിറ്റ് വെക്കാൻ പോവാണ്. ഓക്കെ, നന്നായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടി മാത്രം 2 മിനിറ്റ് അത് അടുപ്പത്ത് വെക്കാൻ പോവാണ്. അപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുടനെ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില താഴ്ത്തിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിള വന്ന ശേഷം ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൂടെ തിക്നെസ് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം തേങ്ങയൊക്കെ ആഡ് ചെയ്തപ്പോൾ നമ്മൾ എത്ര കുറച്ചല്ലേ കഷ്ണങ്ങൾ ആഡ് ചെയ്തുള്ളൂ, എന്നിട്ട് തന്നെ നമുക്ക് എത്ര വന്നു എന്ന്. കുക്കറിൻ്റെ 3/4 ഭാഗത്തോളം ആയി, ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഒരു ചെറിയൊരു തിള വന്നു കഴിഞ്ഞാൽ ഞാൻ തീ ഓഫ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതാ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് വെക്കണം കേട്ടോ. എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വെച്ചു. അപ്പം എല്ലാ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇരിക്കും തോറും ഇത് തിക്കായിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പോൾ ഇനിയും തിക്കാവേ ഉള്ളൂ. അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് കറിവേപ്പില 2 കീറിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ മുഴുവൻ ഇറങ്ങും. അതേമാതിരി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ,
ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ആ ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ആ പുഴുക്കിൻ്റെ മണം ശരിക്കും വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മണമാണ് ആ ഒരു ഫ്ലേവർ. അപ്പോൾ ഇനി ഞാൻ ഇത് അടച്ച് വെക്കാൻ പോവാണ്. അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇനി നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ ഞാനിത് ഇനി അടച്ച് വെക്കാൻ പോവുകയാണ്. അപ്പോൾ പുഴുക്കായി. ഇനി നമുക്ക് ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചിരകിയിട്ട് തേങ്ങ പാലെടുക്കട്ടെ. 2ാം പാലും വേണം, നമുക്ക് കുറച്ച് 1ാം പാലും വേണം. അപ്പോൾ ആദ്യം തേങ്ങാപ്പാലൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ ഒരു 2 പിടി ചെറുപയർ കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ഹാഫ് ഞാൻ നമ്മുടെ സാധാരണ കഞ്ഞിയിൽ ഹസ്ബൻഡിന് കൊടുക്കാനുള്ള കഞ്ഞിയിൽ ആഡ് ചെയ്തു. അപ്പോൾ ബാക്കി നമുക്ക് ഈ ഗോതമ്പ് കഞ്ഞിയിൽ ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ 2ാം പാലും 3ാം പാലും ചേർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേമാതിരി ഒരു 1/2 കപ്പ് ഗോതമ്പ്. ഇപ്പോൾ ഏകദേശം ഒരു 2-3 കപ്പ് വരും തേങ്ങാപ്പാൽ. 2ാം പാലും 3ാം പാലും ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് ഗോതമ്പ് റവ. ഇത് ഫൈനായിട്ടുള്ള ഗോതമ്പ് റവയാണ്, ഒരുപാട് തരിയുള്ള ഗോതമ്പ് റവയല്ല. എനിക്ക് അതാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം പോരെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ തേങ്ങാപ്പാൽ എടുക്കുന്നില്ല, ഇനി വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ നന്നായി കഴുകി വെച്ചതാണ്. അപ്പോൾ ഗോതമ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുപയർ നമ്മൾ ഓൾറെഡി സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഗോതമ്പ് ഒന്ന് വെന്ത ശേഷം മാത്രമേ ഇനി ഞാൻ ഇതിലോട്ട് പയർ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പ് കത്തിച്ചിട്ട് ഗോതമ്പ് വേവാൻ വെക്കണം. അപ്പോൾ നമുക്കൊന്ന് അടുപ്പ് കത്തിച്ചിട്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് വയ്ക്കാം. ഞാൻ 1ാം പാൽ ഇവിടെ ഏകദേശം 1/4 കപ്പോളം ഇവിടെ 1ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ലാസ്റ്റ് തീ ഓഫ് ചെയ്ത ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഗോതമ്പ് ഒന്ന് വെന്ത ശേഷം മാത്രമേ ഞാൻ ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. മറ്റേ അരിയുടെ കഞ്ഞിയിലും ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്ന ശേഷം നമുക്ക് ഗോതമ്പൊക്കെ ഒന്ന് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കുറച്ച് സമയം പിടിക്കും, ഒരു 10-15 മിനിറ്റ് ആവും. അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. നന്നായി വെന്തിട്ടുണ്ട് കഞ്ഞി. അപ്പോൾ ഞാനിപ്പോൾ എന്തൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പാത്രം ഒന്ന് മാറ്റി കുക്കറിലേക്ക് ആക്കി. ആ പാത്രം പോരാതെ വന്നപ്പോൾ വേറെ പാത്രത്തിലോട്ട് മാറ്റി. എന്നിട്ട് ചെറുപയറും കൂടെ ആഡ് ചെയ്തു, കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ കഞ്ഞി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിലോട്ട് നമ്മുടെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗോതമ്പ് കഞ്ഞി റെഡിയായി. ഇനി പുഴുക്കിൻ്റെ കൂടെ കഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പുഴുക്കും ഗോതമ്പ് കഞ്ഞിയും അല്ലാതെയുള്ള സാധാരണ കഞ്ഞിയും ഒക്കെ റെഡിയായി. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചമ്മന്തി കൂടെ തയ്യാറാക്കാം. അപ്പം ഞാൻ അല്ലാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കിതെല്ലാം ഒന്ന് സെർവ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.